നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെറ്റ് ചെയ്താൽ അത് ഈ രാജ്യത്തെ പ്രഥമ പൗരനായിരുന്നാലും അത് ചൂണ്ടിക്കാണിക്കാൻ സുപ്രീം കോടതിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയ മുൻ ചീഫ് ജസ്റ്റിസായ BR ഗവായിയും അതുപോലെ തന്നെ സഞ്ജീവ് ഖന്നയുടെയും ഒക്കെ പാത പിന്തുടരുക തന്നെയാണ് ജസ്റ്റിസ് സൂര്യകാന്തും ചെയ്യുന്നതെന്ന് സംഘപരിവാറിന് ഇച്ചിരി വൈകിയാണെങ്കിലും മനസ്സിലാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം പ്രതിപക്ഷത്തിൻ്റെ ഹർജികൾ ഒന്നടങ്കം തള്ളപ്പെടും എന്ന് കരുതിയെടുത്ത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞത് ഓരോന്നും ഗൗരവമേറിയതാണ്. അതിനെക്കുറിച്ചുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകാൻ നിർബന്ധിതമാവുകയാണ് ചീഫ് ജസ്റ്റിസ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇന്നോളം ചീഫ് ജസ്റ്റിസുമാർ എടുക്കാത്ത കൗശല പ്രയോഗം, അതായത് BJPയെ ആദ്യഘട്ടത്തിൽ കയറി അറ്റാക്ക് ചെയ്യാതെ വളരെ സൈലൻ്റായി ആ ഇരിപ്പിടത്തിൽ നില ഉറപ്പിച്ചതിന് ശേഷം കൃത്യമായി BJPയുടെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് അവർക്കെതിരെ അസ്ത്രം തൊടുക്കുക, അതാണിപ്പോൾ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പുറപ്പെടുവിച്ച വേർഡിക്റ്റുകൾ നോക്കൂ. അദ്ദേഹം അങ്ങനെ ഒരു രീതിയിലും പക്ഷപാത രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയല്ല. എന്നാൽ സംഘപരിവാറിനെതിരെയോ മോദി മീഡിയകൾക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലോ ഒരു വിധി അദ്ദേഹം പുറപ്പെടുവിച്ചില്ലല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ ഇത് അതിന് സമയമായിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് സൂര്യകാന്തിൻ്റെ അടുത്ത കടന്നാക്രമണം. രണ്ട് വിഷയങ്ങളിലാണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനം അത്യുഗ്രനാകുന്നത്. ഒന്ന്, പ്രതിപക്ഷത്തിൻ്റെ ഹർജികളിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ അംഗമാകുന്നില്ല. ഈ ചോദ്യം ചോദിക്കപ്പെടുന്ന ഹർജി അത് നേരത്തെ BR ഗവായിയുടെ ബെഞ്ചും പരിശോധിക്കുന്ന സമയമായിരുന്നു. എന്നാൽ അതിലൊരു അന്തിമ വിധി എന്ന രീതിയിലേക്ക് വന്നില്ലായിരുന്നു. സൂര്യകാന്ത് അങ്ങനെയല്ല. ജസ്റ്റിസ് പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ദീർഘവീക്ഷണം അത് ഏറെക്കുറെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പ്രതികൂലമായി ഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രപതിയെ കൃത്യമായി കത്തയച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ കൂടി പാനലിൽ ഉൾപ്പെടുത്താനുള്ള നിർണായക നീക്കം ഉടൻ ആരംഭിക്കണം. കേന്ദ്രമന്ത്രിസഭയ്ക്ക് ചീഫ് ജസ്റ്റിസിൻ്റെ താക്കീത് അതാണ് ഇനി വരാൻ പോകുന്നത്. ഓർഡിനൻസുകൾ രാഷ്ട്രപതിയെ തെറ്റിദ്ധരിപ്പിച്ചാണോ ഇറക്കുന്നത് എന്ന ചോദ്യത്തിന് കൂടി പ്രസക്തിയുണ്ട്. പ്രതിപക്ഷം രാഷ്ട്രപതിയെ കൃത്യമായി അറ്റാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പിടിപ്പുകേടിനെ ശക്തമായി അവർ അതിനെ കയറി ആക്രമിക്കുകയാണ്. കാരണം പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ ഓരോന്നും നിരാകരിക്കുന്നതിനോടൊപ്പം ഭരണപക്ഷത്തിൻ്റെ കാര്യങ്ങൾ ലോക്സഭയിലോ പാർലമെൻറ്റിലോ അവതരിപ്പിക്കപ്പെടാതെ ഓർഡിനൻസ് രൂപേണ അത് നിയമമാക്കി മാറ്റുന്ന രാഷ്ട്രപതിയുടെ കള്ളക്കളിയെ പ്രതിപക്ഷം ഹർജിയുടെ രൂപത്തിൽ സുപ്രീം കോടതിക്ക് അയച്ചിരുന്നു. സുപ്രീം കോടതി ഈ വിഷയവും പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് ഒഴികെ ബാക്കി എല്ലാവരും, അതായത് ഡിവിഷൻ ബെഞ്ചിലുള്ളവരായിക്കോട്ടെ, സുപ്രീം കോടതിയിലെ ജഡ്ജിൻ്റെ പാനലിലുള്ളവരായിക്കോട്ടെ, അവരെല്ലാം സംഘപരിവാറിന് കുഴലൂതുന്നവരാണ് എന്ന ധാരണയുണ്ടായിരുന്നെങ്കിൽ അതിനെ അപ്പാടെ പൊളിച്ചെഴുതുന്ന നീക്കമാണിപ്പോൾ ഉണ്ടാകുന്നത്. അതായത് സുപ്രീം കോടതിയുടെ പരമാധികാരം എന്തെന്ന് നേരത്തെ ചോദിക്കാനായിരുന്നു BR ഗവായി ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ സൂര്യകാന്ത് അതെന്താണെന്ന് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുന്നു.